പൗർണമി തിങ്കൾ. രചന അവതരണം മിത്രവിന്ദ. ബാബുരാജന്റെ വീട്ടിൽ നിന്നും ഒരുപാട് സങ്കടത്തോടെയായിരുന്നു പോൾ ഇറങ്ങിയത്. തൻ്റെ മകനെ വിവാഹം കഴിക്കുവാൻ യാതൊരു കാരണവശാലും ബാബുരാജും ഭാര്യയും പൗർണമിയെക്കൊണ്ട് സമ്മതിപ്പിക്കില്ലെന്നുള്ളത് ഏറെക്കുറെ പോളിന് തീർച്ചയായി. ഇനിയിപ്പോൾ എന്താണൊരു വഴി? അയാൾക്ക് സത്യം പറഞ്ഞാൽ ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാണ്. അശോകുമായിട്ടുള്ള വിവാഹത്തിനായിരുന്നു അവർക്ക് രണ്ടാൾക്കും താല്പര്യം. അത് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായി. ഉച്ചയോട് കൂടിയാണ് പോൾ പൗർണമിയുടെ വീട്ടിൽ നിന്നിറങ്ങിയത്. അതുവരേക്കും അയാൾ മാക്സിമം ശ്രമിച്ചു നോക്കി. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എങ്ങനെയെങ്കിലും പൗർണമിയെ തൻ്റെ മകനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുവാൻ. പക്ഷെ നിരാശയോടെ അയാൾ വണ്ടി മുൻപോട്ട് ഓടിച്ചു പോയി. ഫോണിൽ അലോഷയുടെ കുറേ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. അയാൾക്കറിയാം താൻ പോയിട്ട് എന്തായിന്നറിയുവാനുള്ള മകൻ്റെ ആകാംക്ഷയാണെന്ന്. ശോ, അലോഷയോടിനി എന്തു പറയും? പാവം, അവൻ ഏറെ പ്രതീക്ഷയിലായിരുന്നു. താനും അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെക്കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാം എന്നാണ് കരുതിയത്. പക്ഷെ എല്ലാം വെറുതെ ആയല്ലോ. അയാൾക്ക് നിരാശ തോന്നി. പെട്ടെന്നായിരുന്നു പോളിൻ്റെ ഫോൺ റിങ് ചെയ്തത്. നോക്കിയപ്പോൾ അലോഷിയാണ്. മോനെ, പപ്പ എവിടെയാണിപ്പോ? പൗർണമിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയോ? ഞാൻ ഇറങ്ങിയിട്ട് 10 മിനിറ്റ് ആയതേ ഉള്ളൂ മോനെ. എന്തായി പപ്പ, പോയ കാര്യങ്ങളൊക്കെ? ഓ, പെട്ടെന്ന് കേട്ടതുകൊണ്ടാണോന്നറിയില്ല, അവർക്ക് സമ്മതക്കുറവാണ്. തന്നെയുമല്ല, മറ്റൊരാലോചന കൂടി ആ കൊച്ചിന് വന്ന സ്ഥിതിക്ക് അവരങ്ങോട്ട് അടുക്കാത്ത ലക്ഷണമാണ്. അയാൾ പറയുന്നു കേട്ട് അലോഷി ഒന്നും മിണ്ടാതെ മറുപുറത്തിരുന്നു. എടാ മോനെ, അവന് സങ്കടമായി എന്നുള്ളത് പോളിന് വ്യക്തമാണ്. പോട്ടെ, സാരമില്ലെന്നേ, എന്തേലും വഴിയുണ്ടാക്കാം. വീട്ടുകാർക്ക് സമ്മതമല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പപ്പ? അതിനെക്കുറിച്ചുള്ളത് നീയും പൗർണമിയും കൂടി ആലോചിച്ച് ചെയ്യൂ. പ്രായപൂർത്തിയായ 2 ചെറുപ്പക്കാരാണ് നിങ്ങൾ. ഇന്റർകാസ്റ്റ് മാരേജ് എന്ന് പറയുമ്പോൾ സ്വതവേ പെൺകുട്ടിയുടെ വീട്ടുകാർ പിന്നിലേക്ക് വലിയും. അതെല്ലായിടത്തും നാട്ടുനടപ്പ് അങ്ങനെയാണ്. പപ്പ, വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ പൗർണമി ഈ ബന്ധത്തിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. നീ അവളുമായിട്ട് സംസാരിക്ക്. എന്നിട്ട് പൗർണമിയുടെ തീരുമാനം എന്താണെന്ന് ഒന്ന് കേൾക്ക്. എന്നിട്ടാവാം ബാക്കി. അല്ലാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കൊച്ചേ. മകനെ ആശ്വസിപ്പിച്ച ശേഷം പോള് ഫോൺ കട്ട് ചെയ്തത്. ഈ സമയത്ത് അലോഷി പുറത്തേക്ക് വന്നായിരുന്നു. പപ്പയോട് സംസാരിച്ചതൊക്കെ പൗർണമിയാണെങ്കിൽ അറിഞ്ഞിരുന്നില്ല. അവൾ ഓഫീസിനുള്ളിലായിരുന്നു. എങ്ങനെയെങ്കിലും പപ്പ പൗർണമിയുടെ അച്ഛനെയും അമ്മയും കൊണ്ട് തങ്ങളുടെ വിവാഹത്തിന് സമ്മതിപ്പിക്കുമെന്നാണ് അലോഷി സത്യത്തിൽ കരുതിയത്. പക്ഷെ അവൾ അടുക്കുന്ന യാതൊരു ലക്ഷണവുമില്ല. അതാവും പപ്പ നിരാശയോടെ അവിടെ നിന്ന് ഇറങ്ങിയത്. ആകെ മൂടപ്പെട്ട മനസ്സുമായി അലോഷി കയറി വരുന്നത് കണ്ടപ്പോൾ പൗർണമിക്കും നെഞ്ചിടിപ്പിന് വേഗതയേറി. ഇച്ചായ, എന്നെ പറ്റിയേ? പപ്പയെ വിളിച്ചോ? അവൾ ചോദിച്ചു. നടന്ന കാര്യങ്ങളൊക്കെ അലോഷി അവളെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ അച്ഛൻ സമ്മതിക്കില്ല ഇച്ചായ? ഇത്തിരി പാടാണ് കൊച്ചേ. നിലവിലൊരു വിവാഹാലോചന വന്നിട്ടില്ലേ? അതിലേക്കാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. അതെങ്ങനെയെങ്കിലും നടത്തണമെന്ന് പറഞ്ഞാണ് നിന്റെ അച്ഛനും അമ്മയും ഇപ്പോഴ്. പപ്പ പോയിരുന്നു അല്ലേ? പോയെന്നേ. എന്നിട്ട് അവരോടൊന്ന് സംസാരിച്ചു. പക്ഷെ യാതൊരു കാരണവശാലും നമ്മളുടെ വിവാഹം നടത്തിത്തരാൻ നിന്റെ വീട്ടുകാർ ഒരുക്കുമല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? പൗർണമി അലോഷയുടെ മുഖത്തേക്ക് നോക്കി. നീ പറഞ്ഞോ, കാരണം വീട്ടുകാരും നിന്റെ കൂടെ കാണില്ലെന്നുള്ളത് 100% വ്യക്തമായി. അവരെ വെറുപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് നീ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചൊരു തീരുമാനമെടുക്കേണ്ടത് നീയാണ് പൗമി. എൻ്റെ കണ്ണടയും വരെയും എൻ്റെ കൂടെ നീ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി വീട്ടുകാരെ എതിർത്തുകൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിക്കുവാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പിന്മാറിക്കോളൂ. എന്നതായാലും
നമ്മളുടെ ഇഷ്ടം അറിഞ്ഞ സ്ഥിതിക്ക് നിന്റെ അച്ഛനും അമ്മയും വൈകാതെ ഇവിടേക്ക് വരും. അത് 100% ഉറപ്പാണ്. അവൻ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ആലോചനയോട് കൂടി ഇരിക്കുകയാണേ പാവം പൗർണമിക്ക് അപ്പോൾ കഴിഞ്ഞുള്ളൂ. തികട്ടി വന്ന സങ്കടത്തെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവൾ ദയനീയമായി അലോഷയെ നോക്കി. ജനിപ്പിച്ച മാതാപിതാക്കളാണല്ലോടി കൊച്ചേ നമ്മുടെയൊക്കെ കൺകണ്ട ദൈവങ്ങള്. അവരുടെ കണ്ണീർ വീഴ്ത്തുവാൻ നിനക്കാവില്ലെന്നെനിക്കറിയാം. നീ വിഷമിക്കൊന്നും വേണ്ട. ഇച്ചായൻ നിന്നെ ഒരുപാട് നിർബന്ധിക്കില്ല കേട്ടോ. പൗർണമിയുടെ കവളിൽ ഒന്ന് തട്ടിയിട്ട് അലോഷി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് നോക്കി നിറമിഴികളോടെ അവൾ അങ്ങനെ ഇരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, യാതൊരു എത്തുംപിടിയും കിട്ടാതെ ആകെ വിഷമത്തിലാണ് പൗർണമി. ആരുടെ ഒപ്പം നിൽക്കുമെന്ന് പോലും അവൾക്കറിയില്ല. അച്ഛൻ എങ്ങനെയെങ്കിലും തങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കുമെന്നാണ് അവൾ ഓർത്തത്. കാരണം പപ്പയ്ക്ക് നന്നായി സംസാരിക്കാൻ അറിയാം. പപ്പ പറഞ്ഞു മനസ്സിലാക്കൂ എന്നാണ് താൻ കരുതിയിരുന്നത്. എന്നാൽ ഇത്ര വേഗത്തിൽ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് ചിന്തിക്കും തോറും പൗർണമിക്ക് തൻ്റെ ഹൃദയം വിങ്ങി പൊട്ടും പോലെ തോന്നി. ഇതിനെല്ലാത്തിനും കാരണം ഇപ്പോൾ അശോകന്റെ വിവാഹാലോചന വന്നതാണ്. അതവൾക്ക് ഏറെക്കുറെ ബോധ്യമായി. അവരുടെ കുടുംബവും പ്രതാപവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തങ്ങളെപ്പോലെ ഒരു പാവപ്പെട്ടവന്റെ കുടുംബത്തിൽ വന്ന് പെണ്ണ് ആലോചിച്ചപ്പോൾ അച്ഛനും അമ്മയും എല്ലാം മറന്ന മട്ടിലാണ്. എല്ലാ മാതാപിതാക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ശരിയാണ്. കാരണം അവരുടെ മക്കൾ ഏറ്റവും നന്നായി കഴിയുന്നത് കാണുവാനാണ് അവർക്കേറെ സന്തോഷം. എന്നാൽ അത് തന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ടാക്കുകയാണ്. ആലോചിച്ച് ഒരു തീരുമാനം എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇച്ചായനെ പിരിയുന്നത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. പാവം തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇച്ചായന്റെ ജീവനാണ് താന്. അതൊക്കെ തനിക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. ആലോഷയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് നെഞ്ച് നീറിപ്പിടഞ്ഞാണ് അവനും ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. എന്നിരുന്നാലും ശരി, അവളെ ഒരിക്കലും ഇക്കാര്യം പറഞ്ഞ് നിർബന്ധിക്കുവാൻ അവൻ തയ്യാറല്ലായിരുന്നു. ഒരു പക്ഷേ പൗർണമിയെ തനിക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ താനീ പറയുന്നതൊക്കെ ഓർത്ത് അവൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അത് അവളുടെ മാനസിക നിലയെ തന്നെ തകർക്കുമെന്ന് അവനറിയാം. അതുകൊണ്ട് അലോഷി മൗനം പാലിച്ചു നിന്നു. പൗർണമി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അച്ഛനും അമ്മയും കൂടപ്പിറപ്പും ഒന്നും അന്നത്തെ ദിവസം അവളെ ഫോണിൽ വിളിച്ചതേയില്ല. അവർ ഇങ്ങോട്ട് പുറപ്പെട്ട് കാണുമെന്ന് അവൾ ഊഹിച്ചു. പിടിച്ച പിടിയാലെ തന്നെ കൊണ്ടുപോകാൻ മാത്രമേ അച്ഛനും അമ്മയും ശ്രമിക്കുമുള്ളൂ. അതിനായിരിക്കും അവർ ഫോൺ വിളിക്കാത്തത്. വൈകുന്നേരം അലോഷയും പൗർണമിയും കൂടി ഓഫീസിൽ നിന്നിറങ്ങി. ഇച്ചായ കാറിൽ കയറിയ പാടെ അവൾ അലോഷയെ വിളിച്ചു. എന്നടി കൊച്ചേ? അത് പിന്നെ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും സത്യത്തിൽ അറിയില്ല. എന്നെ ജനിപ്പിച്ച അച്ഛനും അമ്മയുമാണ്. അവർ പറയുന്നതിനപ്പുറം എനിക്ക് യാതൊന്നുമില്ല. പക്ഷെ അവരെപ്പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന ആളാണ് ഇച്ചായനും. എനിക്ക് നിങ്ങളെ ആരെയും നഷ്ടപ്പെടുത്താനാവില്ല. മിക്കവാറും ഇന്ന് രാത്രി തന്നെ ഞാൻ ഇച്ചായനെ വിട്ട് പോകേണ്ടി വരും. അച്ഛനും അമ്മയും വന്നാൽ പിന്നെ എനിക്ക് യാതൊരു ഒഴിവും പറഞ്ഞ് അവരുടെ അടുത്തു നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനു മുന്നോടിയായി ഇച്ചായൻ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? പൗർണമി എന്താണ് പറഞ്ഞു വരുന്നത് എന്നറിയാതെ അലോഷി അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ജ്വല്ലറി ഷോപ്പിൽ കയറി ഇച്ചായൻ ഒരു മിന്നുമാല വാങ്ങിക്കുമോ? എന്നിട്ട് ഇച്ചായൻ പ്രാർത്ഥിക്കുന്ന നമ്മുടെ റൂമിലെ തിരുരൂപത്തിൻ്റെ മുന്നിൽ വെച്ച് താലിമാല എന്നെ അണിയിക്കണം. പൗർണമിയുടെ വാക്കുകൾ കടുപ്പത്തിലായിരുന്നു. കുറച്ച് സമയത്തേക്ക് മറുപടി ഒന്നും പറയാതിരുന്നു. കാരണം അവനും ആലോചിച്ചതായിരുന്ന കാര്യം. ഒരു മിന്നുമാല അവളെ അണിയിക്കാൻ അവൻ ഏറെ കൊതിച്ചിരുന്നു. പക്ഷെ അതൊരിക്കലും പൗർണമി അംഗീകരിച്ച് തരില്ലെന്നാണ് അവൻ കരുതിയത്.
ഇതിപ്പോ അവൾ നേരിട്ട് തന്നോട് പറഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പൗമി, നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അവന് ചോദിക്കാതിരിക്കാനായില്ല. അതേ ഇച്ചായ, നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഞാൻ എൻ്റെ ഇച്ചായനോട് ഇങ്ങനെ പറയുന്നത്. ഇച്ചായൻ്റെ താലി എൻ്റെ മാറിൽ ചേർന്ന ശേഷം മാത്രമേ പൗർണമി ഈ നാട് വിട്ടു പോവുള്ളൂ. അതിന് യാതൊരു മാറ്റവുമില്ല. പിന്നെയും അലോഷയുടെ മനസ്സിൽ പലവിധ വിചാരങ്ങൾ കടന്നുപോയി. താൻ ഈയൊരു പ്രവൃത്തി ചെയ്താൽ ഈ പാവം പെൺകുട്ടിയുടെ ജീവിതം കീഴ്മേൽ മറിയുമോ എന്ന് പോലും അവൻ ഭയപ്പെട്ടു. അതുകൊണ്ട് അവന് പിന്നെയും ഒന്നും മേലാത്ത അവസ്ഥയായി. എന്നാൽ പൗർണമി എടുത്ത തീരുമാനം ഉറച്ചതായിരുന്നു. ഇച്ചായൻ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂവെന്ന് അവൾ തീർത്തു പറഞ്ഞു. പൗർണമി, നിന്റെ അച്ഛനും അമ്മയും ഈ ബന്ധം അംഗീകരിക്കാത്ത സ്ഥിതിക്ക് ഈ മിന്നുമാലയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവുമോ കൊച്ചേ? ആരൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും ശരി, എൻ്റെ മനസ്സ് ഇച്ചായനെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചതാണ്. പൗർണമിയുടെ ജീവിതത്തിൽ ഒരു പാതി എനിക്കുണ്ടെങ്കിൽ അതെൻ്റെ ഇച്ചായൻ മാത്രമായിരിക്കും, ഉറപ്പാണ്. പറയുകയും പാവം പൗർണമി കരഞ്ഞു പോയിരുന്നു. അലോഷി നേരെ ഒരു ജ്വല്ലറി ഷോപ്പിലേക്ക് അവൻ്റെ വണ്ടി തിരിച്ചു. ഒരു ചെറിയ മാലയും തിരുക്കുരിശിൻ്റെ മിന്നും വാങ്ങി അവിടെ നിന്നും ഇറങ്ങുമ്പോൾ എന്തെന്നറിയാതെ അവൻ്റെ കൈകൾ പോലും വിറകൊണ്ടു. പപ്പയോടൊരു വാക്കുപോലും പറയാതെ എങ്ങനെയാണെന്ന് അവൻ ഓർത്തു. കാറിൽ കയറിയ പാടെ പൗർണമിയോട് അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇച്ചായനെ വിളിച്ചു പറയണമെങ്കിൽ പപ്പയോട് പറഞ്ഞോളൂ, അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അവൾ മറുപടിയും കൊടുത്തു. പപ്പയെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. വീട്ടിൽ ചെന്നിട്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് അലോഷി വണ്ടി ഓടിച്ചു പോയി. ഉള്ളിൽ നിന്നും ഉതിർന്നു വന്ന തേങ്ങലുകളെ അടക്കി പിടിച്ചുകൊണ്ട് പൗർണമി അവൻ്റെ അരികിൽ ഇരിക്കുകയാണ്. ഇനി മുന്നോട്ട് എങ്ങനെയാകുമെന്നുള്ളത് അവൾക്ക് യാതൊരു ഊഹവുമില്ല. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണുക തന്നെ ചെയ്യാം. എന്നാലും ആ മിന്നുമാല തൻ്റെ കൂടെയുണ്ടെങ്കിൽ തനിക്കൊരു ധൈര്യമാണെന്ന് അവൾ ഓർത്തു. വീട്ടിലെത്തിയ ശേഷം അലോഷി ഫോണെടുത്ത് പപ്പയെ ഒന്നുകൂടി ട്രൈ ചെയ്തു. കിട്ടാതെ വന്നപ്പോൾ മമ്മിയെ കണക്ട് ചെയ്തു. പപ്പ ടൗണിൽ വരെ പോയതാണെന്നും ഫോൺ ചാർജ് തീർന്ന് ഓഫ് ആയതായിരിക്കുമെന്നും മമ്മി അവനോട് പറഞ്ഞു. മമ്മിയോട് ഈ കാര്യം പറയാൻ അവന് മനസ്സ് വെമ്പിയതുമില്ല. അതുകൊണ്ട് അലോഷി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഇച്ചായ, പൗർണമി വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. ഞാനിന്ന് കുളിച്ചിട്ട് വരാം. ഇച്ചായനും ഒന്ന് ഫ്രഷായിട്ട് വാ. നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കാം, എന്നിട്ട് മതി ബാക്കി. തലയാട്ടിക്കൊണ്ട് അവനും തൻ്റെ റൂമിലേക്ക് പോയി. ചെയ്യുന്നത് തെറ്റാണ്, പൊറുക്കാനാവാത്ത തെറ്റ്. എന്നാലും എനിക്കെൻ്റെ അലോഷിച്ചായനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. എൻ്റെ അച്ഛനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മറ്റൊരു മാർഗവുമില്ലാണ്ടായിപ്പോയി. പൗമി തൻ്റെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം മിഴികൾ നിറഞ്ഞു തൂവി. തോളിൽ ഒരു സ്പർശനം. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഇച്ചായൻ. അവൾ പിടഞ്ഞെഴുന്നേറ്റു. നീ ഇങ്ങനെ വിഷമിക്കാതെ കൊച്ചേ, എല്ലാം നല്ലതിനാണെന്ന് കരുതാം. അവൻ പറഞ്ഞതും പൗമി ഒന്നും പറയാതെ മുഖം കുനിച്ചു. അപ്പോഴേക്കും അവളുടെ കരച്ചിൽ ചീലുകൾ മറനീക്കി പുറത്തു വന്നു. ഇച്ചായ, എനിക്ക് സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെ തുടർന്നാൽ ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും. അവൾ വിതുമ്പി. ഏയ് ഇല്ലടാ, ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. എന്തു വന്നാലും നമ്മൾ നേരിടും പൗമി. അതിൽ യാതൊരു മാറ്റവുമില്ല. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഉപേക്ഷിക്കില്ല. നീ എൻ്റെ അടി. ഈ അലോഷിയുടെ പെണ്ണാണ് നീ. മുറിയിൽ നിന്നും അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അലോഷി പുറത്തേക്ക് നടന്നു. തുടരും.